കവുങ്ങ് പൂത്തതല്ലേ മീ? കൊല വരാനായിട്ട് നിൽക്കണം, കൊല വന്ന് നിൽക്കണതാണ്. കണ്ട, ഇത് എത്ര വർഷമായതാ? 2.5 വർഷമായ കവുങ്ങുകളാണ്. കണ്ടോ, ഇത് ചൂട് ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുമ്മായ. ഇത് എൻ്റെ വീട്ടിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മമ്മി ഇതേ ചെടിയൊക്കെ നിറച്ച് നട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം പൂണ്ട് കേട്ടോ മമ്മി നട്ട ചെടികളിലൊക്കെ. മമ്മി നന്നായിട്ട് അതെല്ലാം നോക്കും, നന്നായി വളമൊക്കെ ഇട്ട് കൊടുത്ത് 2 നേരം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി നോക്കും കേട്ടോ. കണ്ടോ, വെയിലത്തൊക്കെയാണ് നിൽക്കുന്നത്, എന്നാലും നിറയെ പൂക്ക് ഉണ്ടായിട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല വെയിലാണ്, നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാം കേട്ടോ. അവിടെ ഉമ്മ മുളക് പറിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. കാന്താരി മുളകാണ് കേട്ടോ, നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മമ്മി അത് പറിക്കുക. ഇത് കണ്ടോ, 1.5 വർഷമായപ്പോൾ കായ്ച്ച പ്ലാവാണ്, കുഞ്ഞു പ്ലാവ. ചക്കയുള്ളത്, ചക്ക തറയിൽ വരെയാണ് കിടക്കുന്നത്. നോക്കിയേ, കണ്ടോ, അതെനിക്ക് കൊണ്ടുപോകാനുള്ള ചക്കയാണ്. അത് മൂത്ത ചക്കയാണെന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്. അവിടെ ഒരു കുഞ്ഞി ചക്കയുണ്ട്, അതേ അവിടെ നിൽക്കുന്നു. എല്ലാം നിലത്ത് കിടക്കുക കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി ചക്കയാണോ, നല്ല മധുരം. ഈ ചക്കയുടെ പ്ലാവിൻ്റെ പേര് എന്നിട്ടാമേ ഏതാ? തേൻവരിക്ക പ്ലാവാണ്. ഇത് വെച്ച് 1.5 വർഷമായപ്പോഴത്തേനും കായ്ച്ചു എന്നാട്ടോ മമ്മി പറഞ്ഞത്. പീനട്ട് ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ്. ഇതൊരു ടേസ്റ്റ് ഇല്ലാത്ത ഫ്രൂട്ടാട്ടോ, എനിക്കൊന്നും ഇഷ്ടമല്ല. കിളികൾ തന്നെ വന്ന് തിന്നുക ചെയ്യാം. മരത്തിന് പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ഉണ്ടല്ലേ. ഇത് പെയിൻ്റ് അടിച്ചതല്ല, മരത്തിന് ചൂട് കിട്ടാതിരിക്കാൻ വേണ്ടി ചൈനാക്ലേ അടിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. പറമ്പിൽ എല്ലാ കവുങ്ങിനും അടിച്ചിട്ടുണ്ടേ. ഇത് ചാമ്പയ്ക്കാണ്, കുറച്ച് ചാമ്പയ്ക്ക് കിട്ടിയത്, അത് പറിച്ചെടുത്തത് കേട്ടോ നമ്മൾ. പിന്നെ മുളക് പറിച്ചിട്ട് നമുക്ക് ഇത്രയും മുളകാണ് നമുക്ക് കിട്ടിയത്. വീട്ടിൽ എനിക്ക് കൊണ്ടുപോകാനായിട്ട് മമ്മി പറിച്ച് തന്നു കേട്ടോ. ആവശ്യം കുരുമുളകും നമുക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അത് തണുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ പൊട്ടിക്കലോ മമ്മി. മുരിങ്ങക്കായൊക്കെ പറിച്ചെടുക്കുകയാണ്. നമ്മളെ കല്യാണമൊക്കെ കഴിച്ച് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ വരുമ്പോൾ നമ്മുടെ അമ്മമാർക്ക് ഇങ്ങനെയെല്ലാം തന്നുവിടാൻ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ പറമ്പിലുള്ള ചക്കയും മാങ്ങയും മുരിങ്ങക്കായും എല്ലാം പറിച്ചെടുക്കുക കേട്ടോ എനിക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത്യാവശ്യം മുരിങ്ങക്കായൊക്കെ ദേ മമ്മിയോടൊന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നാട്ടിൽ ഈ പറമ്പിൽ നിന്നിട്ട് കവുങ്ങൊക്കെ പൂത്തിട്ട് അത് കണ്ടോ മമ്മി നന്നായി നോക്കൂട്ടോ. അതൊക്കെ നന്നായി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി എപ്പോഴും വെയിലായിരിക്കഴിഞ്ഞ് പിന്നെ പറമ്പിൽ തന്നെ കേട്ടോ മമ്മിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള കാര്യം അതൊക്കെ. ഒന്ന് വെയിൽ കൊണ്ട് നല്ലോണം ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ റംബൂട്ടാനുണ്ട്, അതിൻ്റെ കീഴിലിരിക്കുക കേട്ടോ. അപ്പോൾ അതേ ഈ റംബൂട്ടാൻ്റെ കീഴിലിരിക്കാൻ നല്ല സുഖം, നല്ല തണലാട്ടോ ഇവിടെ. ഒന്നും കാണാനില്ലല്ലോ ചേച്ചി ഇതിന്. എനിക്ക് കൊണ്ടുപോകാനുള്ള ചക്ക വെട്ടുകയാണേ. പക്ഷെ അത് വെട്ടാൻ നേരത്തൊരു സംശയം, ഞാൻ കൊണ്ടുപോകണത് വെറുതെ ആവുമോ? ഒത്തി നോക്കാം. പശയുടെ കൂടെ ഇങ്ങനെ വെള്ളം കൂടെ വരുവാണെങ്കിൽ മൂത്തതാന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി അങ്ങനെ നോക്കിയപ്പോൾ പശയും വെള്ളം എല്ലാം കൂടെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് മമ്മി എന്ത് ചെയ്തു, അത് വെട്ടി. അപ്പോൾ എനിക്ക് തന്നുവിടാലോന്ന് ഓർത്താണ് വെട്ടിയത്. പക്ഷെ അത് മൂത്തതല്ലായിരുന്നു കേട്ടോ. അത് വെട്ടിയത് വെറുതെ ആയിപ്പോയി, ഒന്നും ആവാത്ത ചക്കയായിരുന്നേ. അത് വെട്ടിക്കഴിഞ്ഞപ്പോഴാട്ടോ മനസ്സിലാവുന്നത്. കണ്ടോ, അത് മമ്മി മുറിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാവും ഒന്നും ആവാത്ത ചക്കയാന്നുള്ളത്. പിന്നെ എങ്ങനെ മമ്മി അത് വേവിച്ച് കഴിച്ചോളാം. ഇച്ചിരിയേ ഉള്ള ചക്ക, പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം കേട്ടോ അതിന്. അപ്പോൾ അത്യാവശ്യം പറമ്പിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ പെറുക്കി കിട്ടി നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ.